നമ്മൾ ഇനി പോകുന്നത് പൊലിയം തുരുത്തിലേക്കാണ്. കാസർഗോഡ് ജില്ലയിലെ പുഴയാൽ ചുറ്റപ്പെട്ട ഒരു തുരുത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സമീർ സി മുഹമ്മദ്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമാണ് പൊലിയം തുരുത്തിലേക്ക്. ചന്ദ്രഗിരി പുഴയാൽ ചുറ്റപ്പെട്ട കുഞ്ഞുദ്വീപിലേക്ക് പോകാം. $200 മീറ്റർ നടപ്പാത. അത് കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് മനോഹരമായ തൂക്കുപാലത്തിലേക്കാണ്. തൂക്കുപാലം കടന്നെത്തുന്നത് മനോഹര കാഴ്ചകളിലേക്ക്. കർണാടകയിലെ കുടക് മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് 105 കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കന്നഡികളുടെ പഴശ്വനി നദിയാണ് മലയാളികളുടെ ചന്ദ്രഗിരി പുഴ. കാടിന് നടുവിലൂടെ ഒഴുകുന്ന പുഴ ഇരു കൈവഴികളിലായി പിരിഞ്ഞ് പിന്നീട് ഒന്നായി ചേർന്നുണ്ടായതാണ് ഈ തുരുത്ത്. 6 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കുഞ്ഞുദ്വീപിൽ അപൂർവ ഇനം പക്ഷികൾ, ആമകൾ, 52 ഇനം പുഴമത്സ്യങ്ങൾ എന്നിവയുണ്ട്. സഹകരണ മേഖലയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേഡടുക്കയിലെ പൊലിയം തുരുത്ത്. കുട്ടികൾക്കായുള്ള പാർക്ക്, സൈക്ലിംഗ്, ആംഫി തിയേറ്റർ, ഓഡിറ്റോറിയം, മീറ്റിംഗ് ഹാൾ, കോട്ടേജ്, ഒരേ സമയം 60 പേർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള റെസ്റ്റോറന്റ് തുടങ്ങിയവയും ഇവിടെയുണ്ട്. ചന്ദ്രഗിരി എക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ഈ വിധമാക്കിയത്. സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സിജി മാത്യു ഇങ്ങനെ ഒരു ദ്വീപ് ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു. പ്രവാസികൾ ഉൾപ്പെടെ 460ഓളം ഓഹരി ഉടമകളിൽ നിന്നും സ്വരൂപിച്ച തുക കൊണ്ടാണ് ചന്ദ്രഗിരി എക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പയസ്വിനി പുഴയുടെ തീരത്ത് 6 ഏക്കറോളം വരുന്ന ഒരു പ്രൈവറ്റ് ലാൻഡ് 30 വർഷത്തേക്ക് സംഘത്തിൻ്റെ പേരിലേക്ക് ലീസിനെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ട്രയൽ റണ്ണായിട്ടായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പണികൾ നമ്മൾ പൂർത്തീകരിച്ചു. 2025 ഓഗസ്റ്റ് 11 ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് പുലിയന്തുരുത്ത് എക്കോ ടൂറിസം വില്ലേജിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. പാസ് മുഖേനയാണ് പ്രവേശനം. 5.18 കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി 30 പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞു. വാച്ച് ടവർ ഉൾപ്പെടെയുള്ള 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ സൊസൈറ്റി ലക്ഷ്യമിടുന്നുണ്ട്. കേട്ടതിനേക്കാൾ അതിമനോഹരമല്ലേ ഈ തുരുത്ത്? റൈഡിംഗ് റിപ്പോർട്ടറിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. പൊലിയം തുരുത്തിൽ നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.